യാത്രക്കാരായ സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ഉദ്ദേശത്തോടെ കൊച്ചിയിൽ നടപ്പിലാക്കിയ സ്ത്രീ നിവാസം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടു. കാക്കനാട്ട് സ്ഥാപിച്ച സ്ത്രീ നിവാസമാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്നത്. പരാതി പരിഹരിക്കാൻ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ മറ്റൊരു പരാതിയായി മാറിയിരിക്കുകയാണ്. തൃക്കാക്കര നഗരസഭയുടെ സ്ത്രീനിവാസം പദ്ധതി പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. 24 മണിക്കൂറും സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന വിശ്രമ കേന്ദ്രം എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 35 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചത്. 3 മാസങ്ങൾക്ക് മുമ്പ് MLA ഉമാ തോമസ് ആണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊട്ടിയാഘോഷം നടത്തിയ ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. പിന്നീട് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മുൻകൈയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന പല പരിപാടികളും എന്താണ് ഇവർ അതിനുവേണ്ടി പ്രവർത്തിക്കാത്തത്? അതിനുവേണ്ടിയുള്ള ആൾക്കാരെ എത്തിക്കുകയോ അതിനുവേണ്ടി അത് ഓപ്പണാക്കി കൊടുക്കുകയോ സ്ത്രീകളിലേക്ക് എത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇലക്ഷന് വേണ്ടി മാത്രമായിരുന്നോ, ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് മാത്രമായിരുന്നോ ഈ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞത്? അത് കഴിഞ്ഞിട്ട് അതിനൊരു കെയർ ടേക്കറെ വയ്ക്കുകയോ അത് ഓപ്പൺ ആക്കുകയോ അതിന് സ്ത്രീകൾക്ക് അതിനകത്ത് റൂമുണ്ടെന്ന് പറയുന്നു, മുലയൂട്ടൽ സംവിധാനം അതിനുള്ള മുറി ഉണ്ടെന്ന് പറയുന്നു, താമസിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറയുന്നു, വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഒരു ആനന്ദവും കാണുന്നില്ല. പൂട്ടിയിട്ടതല്ലാണ്ട് നമ്മൾക്കതൊന്ന് ഓപ്പണാക്കി ഒന്ന് പൊതുജനങ്ങളെ കാണിക്കാൻ പോലും ഇതുവരെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി സന്നദ്ധമായിട്ടില്ല. IT പാർക്കിന്റെ കേന്ദ്രമായി കാക്കനാട് ദിവസേന നിരവധി സ്ത്രീകളാണ് വന്നു പോകുന്നത്. സ്ത്രീകൾക്കായി പൊതുസൗകര്യങ്ങളില്ലെന്നുള്ള പരാതിയെ തുടർന്നാണ് നഗരസഭ മുൻകൈയെടുത്ത് സമുച്ചയം സ്ഥാപിച്ചത്. കളക്ടർ അനുവദിച്ച റവന്യൂ പുറമ്പോക്കിലാണ് സ്ത്രീനിവാസമുള്ളത്. മുലയൂട്ടൽ റൂം, റീഡിംഗ് റൂം തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ജില്ലാ ആസൂത്രണ സമിതിയും നഗരസഭയും അംഗീകരിച്ച രൂപരേഖ പ്രകാരമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തുടർ നടപടികൾ വളരെ വേഗത്തിൽ നടത്തി സ്ത്രീനിവാസം തുറക്കണമെന്നാണ് ആവശ്യം. കൊട്ടിയാഘോഷം നടപ്പാക്കുന്ന പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു തെളിവും കൂടിയാണ് ഈ സ്ത്രീനിവാസം. 3 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നടത്തിയ ഈ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കായുള്ള വിശ്രമ കേന്ദ്രമാണ് ഈ അടച്ചിട്ടിരിക്കുന്നത്. ക്യാമറമാൻ സജിലിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളൈ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സീന മുഹമ്മദ് പറയുന്നു, യാത്രക്കാരായ സ്ത്രീകൾക്ക് ആവശ്യമായ ബാത്റൂം സൗകര്യമെങ്കിലും ഒരുക്കിയാൽ വളരെ നല്ലതായിരുന്നു എന്ന്. മിനിബാബു പറയുന്നുണ്ട്, 30 ലക്ഷം ചെലവഴിച്ചല്ലോ, ഇനി എന്ത് പ്രവർത്തനം? ഇതെല്ലാം ഉദ്ഘാടനത്തിൽ മാത്രം ഒതുക്കാൻ മാത്രമല്ലേ അറിയൂ എന്ന്. മാൽക്കം ഗോമസ് പറയുന്നുണ്ട്, തീർത്തും അവഗണന. കോടികൾ ചെലവാക്കി പണിയുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെറുതെ കിടക്കുന്നുവെന്ന്. ഇങ്ങനെ ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഏതായാലും സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച ഈ കെട്ടിടം സ്ത്രീ നിവാസം അത് പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു പ്രവേശനവുമില്ലാതെ, ഒരു സ്ത്രീകൾക്ക് പോലും അവിടേക്ക് പ്രവേശനം നൽകാതെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അത് വെറുതെ പൂട്ടിക്കിടക്കുകയാണ്. അത് തുറന്നു കൊടുക്കുന്നതിന്, സ്ത്രീകൾക്കായി തുറന്നു കൊടുക്കുന്നതിന് തൃക്കാക്കര നഗരസഭ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.